നിനക്ക് ഈ സർപ്രൈസ് തരാൻ എന്താ ഇത്ര ലേറ്റ് ആയി എന്നറിയോ? പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ശരി, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇതെന്താ ഇതൊക്കെ? അതോട്ട് കയറ്. റൗഡി ബേബി ഇനി റൗഡീസൊക്കെ വിട്ട് മിസ്സസ് വേദാന്ത് മേനോനാകാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരമാണിത്. ചേച്ചിയെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം വിക്കി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദാന്തിന്റെ പെണ്ണിനി ആരാന്ന് അറിഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എടാ, നമ്മുടെ പിള്ളേരാരെങ്കിലും MG റോഡിന്റെ ഭാഗത്തായിട്ടുണ്ടോ? ഹലോ ഹലോ ഹലോ. അല്ലെങ്കിൽ ഈ ബുദ്ധിയില്ലാത്തവന്മാരെയൊക്കെ കൊണ്ടു നടക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കാശുണ്ടായിരുന്നപ്പോ എല്ലാവരും എന്നെ തലയെ വെച്ചോണ്ടാ നടന്നിരുന്നേ. ബിസിനസ് നന്നായിട്ട് പോവാണെങ്കിൽ എല്ലാരും എന്നെ ഒന്ന് സഹായിച്ചേനെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? വിക്കിയെ നേരിട്ട് വിളിക്കുന്ന നല്ലത്. തോന്നിയ ദിവസം പറയരുത്, പിന്നെ പ്രശ്നങ്ങൾ കൈവിട്ട് പോയിന്ന് വരും. അച്ഛൻ വരേണ്ട സ്ഥലത്ത് മകൻ വന്നിരിക്കുന്നു. കൂടെ ആരാ കൂട്ടിന് കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പോലീസ് അതുന്നൊക്കെ പറഞ്ഞു പോയാ നിങ്ങളുടെ വീടിന്റെ അഭിമാനത്തെ അത് ബാധിക്കും. നിങ്ങളുടെ ചേട്ടനുണ്ടാക്കി വെച്ച സാമ്രാജ്യം വെറും മണ്ണായിട്ട് മാറും. നോ, ഞാൻ പോലീസിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. വെരി ഗുഡ് ബോയ്. പക്ഷെ നിങ്ങളെങ്ങനെ ഞാൻ വിശ്വസിക്കും? നിങ്ങൾ ഫ്രോഡല്ലെന്ന് ആർക്കറിയാം? ഹലോ ഹലോ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സത്യം പറഞ്ഞ എനിക്കറിയുന്ന പല കാര്യങ്ങളും നിനക്കറിയില്ല. അതെന്താ കാര്യം? ഒന്നല്ല, ഒരുപാടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. കൂടുതൽ അറിയാനേ അച്ഛനോട് പോയി ചോദിക്കും. പക്ഷെ അയാള് ഒന്നും സമ്മതിച്ചെന്ന് വരില്ല. അത് നോക്കണ്ട. എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാന്ന്. ഇല്ല, പറഞ്ഞു. വർഷങ്ങളായി നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്ക് ഒരു മാനസിക വിഷമമില്ല. വേദാന്തും ധ്രുവയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അതിന്റെ കാരണം അറിയാമോ? ഏയ്, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഇത്രയൊക്കെ അറിയുന്ന ഞാൻ ഈ കാര്യം അങ്ങനെ അറിയാതിരിക്കും? എനിക്ക് എല്ലാം അറിയാം. ശരി, എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യാൻ എന്താ കാരണം? നിന്റെ അമ്മ. എന്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞതേ കഷ്ടപ്പെട്ടിട്ടാ. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഇനി എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാ ഞാനിപ്പോ ചോദിക്കുക?
ശരിക്കും കല്യാണം കഴിച്ചോട്ടെ എന്നല്ലേ ചോദിക്കേണ്ടത്. ഏതൊരു പെൺകുട്ടിക്കും കല്യാണം വൈകിക്കുന്നത്ര ഇഷ്ടമൊന്നും ആവില്ല. ഇത്ര ദിവസമായിട്ടും ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇത്ര നാൾ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ പോയാലോ? പോവാനോ? ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അയ്യടാ, വന്ന നേരം മുതൽ നിൽക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, കാര്യം മാത്രം പറയുന്നില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അമൂല്യ. പക്ഷെ എവിടുന്ന തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരി, എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കോ. നോ അമൂല്യ, ഐ എം വെരി സീരിയസ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും സീരിയസ് തന്നെയാ. വീട്ടിൽ നടന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ടാ ഞാൻ ദേഷ്യപ്പെട്ടത്. എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് അവൻ അറിയാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തു പറയാനാ വരുന്നേ? ഇനി എന്റെ മനസ്സിൽ എന്താണെന്ന് ഇവ മനസ്സിലാക്കിയിട്ടുണ്ടാവോ? ഷോക്കായി പോയ അതാണ് സത്യം. വാട്ട് യു മീൻ? നിങ്ങളുടെ അമ്മ ബിസിനസ്സിൽ കോടികളുടെ തിരിമറി നടത്തിയത് ധ്രുവ കണ്ടുപിടിച്ചു. ആ കാര്യം ധ്രുവ വേദാന്തിനോട് പറഞ്ഞപ്പോ വേദാന്ത് അമ്മയെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് ധ്രുവയെ പുറത്താക്കി. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വാട്ട് ദ ഹെൽ മാൻ? സ്വന്തം മകന്റെ ബിസിനസ്സിൽ ഒരു അമ്മ എന്തിനാ തിരിമറി നടത്തുന്നേ? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കണ്ട. ഐ ആം നോട്ട് ആൻ ഇഡിയറ്റ്. നീ ശരിക്കും ഇഡിയറ്റ് അല്ല, ഒരു ജോക്കറാ. വേദാന്ത് മേനോൻ സുഹാസിനിയുടെയും ശ്രീധരന്റെയും മകനല്ല. ഇത് വിശ്വസിക്കാൻ കുറച്ച് വിഷമം തോന്നും അല്ലേ? ഇനി ആലോചിച്ച് നോക്ക്, സ്വന്തം മകന്റെ ബിസിനസ്സിൽ നിന്നാണെങ്കിൽ ഒരു അമ്മ തിരിമറി നടത്തും. ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ പോയി അച്ഛനോട് ചോദിക്കും. എന്ത് സംഭവിക്കരുന്ന് വിചാരിച്ചോ അത് എന്നെ സംഭവിച്ചു. ആ വൃത്തികെട്ടവനെല്ലാം പറഞ്ഞു കൊടുത്തു. എന്താ പറ്റി? നീ ഓക്കെ ആണല്ലോ? എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ ഞാൻ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് പോയില്ലെന്ന്. ഞാനേ നല്ല സ്ട്രോങ്, അത്ര പെട്ടെന്നൊന്നും തട്ടിപ്പോവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ഫീൽ ആവേണ്ടവർക്ക് മാത്രമേ ഫീൽ ആവൂ. താങ്കൾക്ക് അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. വെറുതെ വിഷമിക്കുന്ന പോലെ അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് എന്താ തോന്നുന്നതെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? എന്താ ലേറ്റ് ആയത്? അങ്ങനെ ലേറ്റ് ആകുമെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചൊന്ന് പറഞ്ഞുകൂടെ നിനക്ക്? എന്റെ അമ്മ എന്റെ ഫോണ് എപ്പോ വിളിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്താ അതിന്? അമ്മ ഇവിടെ വലിയ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് അന്വേഷിക്കാൻ ഞാൻ തന്നെ വന്നേ. വണ്ടി കംപ്ലൈന്റ് ആയി. എനിക്ക് നല്ല ദേഷ്യം വന്നു. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ സ്റ്റാർട്ടായില്ല. ചേച്ചിയുടെ റാണിയല്ലേ അത്, അത്രയും ബുദ്ധി ഉണ്ടാവും. ആ ദേഷ്യത്തിന് ഞാൻ നടന്നു വന്നേ. വന്ന വഴിക്ക് വീഴുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ നടന്നിവിടെ എത്തിയ ശേഷം സമാധാനമായത്.
വരുന്ന വഴിക്ക് നല്ലൊരു ഐസ്ക്രീം വണ്ടി എന്റെ മുന്നിലൂടെ പോകുന്നുണ്ടായിരുന്നു. ദൈവം കൊണ്ടു തന്നതാന്ന് വിചാരിച്ച് വാങ്ങിക്കഴിച്ചു. മനസ്സിനൊരു ആശ്വാസമായി, തലയ്ക്ക് നല്ല തണുപ്പും കിട്ടി. ഐ എം ഫൈൻ. റാണി പോലെ തന്നെ നിനക്കും ബുദ്ധിയില്ല. തീറ്റപ്പണ്ടാരം. എന്താന്ന്? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നതിനൊരു കാരണം ഉണ്ടാവില്ലേ? അതെന്താന്ന് ചോദിക്കാതെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നോ? എന്തായാലും വന്നില്ലേ, വന്ന സ്ഥിതിക്ക് നീ കാര്യം പറഞ്ഞുകൂടെ? ഞാൻ ചോദിച്ചപ്പോ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? ഇപ്പൊ എന്താ പറയണ്ടേ? അപ്പൊ പറയുന്നില്ലേ? എന്തേലും ആവട്ടെ, പറയാം. അല്ല, എനിക്കെന്തോ സംഭവിച്ചെന്ന് വിചാരിച്ച് വട്ടുപിടിച്ച് വളരെ ഇമോഷണൽ ആയല്ലോ. എന്നിട്ടും എന്തിനാ എന്നെ കാണുമ്പോ വഴക്കുണ്ടാക്കാൻ വരുന്നേ? ഹലോ, കേക്കുന്നുണ്ടോ? നിങ്ങളോടാ ഞാൻ സംസാരിക്കുന്നത്. ഉത്തരം പറയൂ. എനിക്കറിയില്ല. അറിയില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എനിക്ക് നിങ്ങളുടെ ഉത്തരം വേണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേ. അത് മതി. അല്ല, അവള് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അവളോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലോ. കഴുതക്കുട്ടി, ഇപ്പൊ എന്റെ ലോകം മുഴുവനും നീയാ. ഐ എം സോറി. ഒരു സെക്കൻഡേ. വിക്കി ഇവിടെ വന്നാ എല്ലാം കഴിഞ്ഞു. പറ വിക്രാന്ത്. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നീ എവിടെയെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ടേക്കോ? ആ ചേട്ടാ, ഞാൻ ദേ വരുന്നു. ഫൈൻ വിക്രാന്ത്, വാ. ചേട്ടൻ ഓക്കെ അല്ലേ? അവനെന്താ പ്രശ്നം? അവൻ ഓക്കെ ആണല്ലോ. പിന്നെ നീ ഷോക്കായിട്ട് ഇങ്ങോട്ടാണെന്ന് ചോദിക്കുന്ന കേട്ടു. ഷോക്കായിട്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അവനെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? ഇനി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ എപ്പോഴാ പറയാൻ പറ്റുക? വിക്കി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് പറയണം. വേദാന്ത്, വേദാന്ത്, നിന്റെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. നീ എന്നല്ല, നിന്റെ സ്ഥാനത്ത് ഇനി ആരാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. എനിക്ക് ഈ പെൺകുട്ടികളെ പറ്റി ഒന്നും അറിയില്ല. അമ്മയോ ആദ്യം കഴിഞ്ഞ ഞാൻ നിന്നോടാ കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ ചില സമയത്ത് നിന്റെ മൈൻഡ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ലേറ്റ് ആയിട്ടാണെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലുള്ള കാര്യം വീട്ടിൽ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പോലെ ഞാനും ഇവിടെ എന്റെ മനസ്സിലുള്ളത് പറയാനാ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തത്. ഞാൻ പെർഫെക്റ്റ് ആണ്, എന്റെ ലൈഫ് അൾട്ടിമേറ്റും എന്റെ സക്സസ് അമേസിംഗും ആണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ നീ വന്ന ശേഷം ഞാൻ മനസ്സിലാക്കിയത് എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നുവെന്ന്. എന്റെ ജീവിതം കംപ്ലീറ്റ് അല്ലാന്ന് എനിക്ക് അറിയുന്ന കാര്യമായിരുന്നു. അതും നീ വന്നപ്പോഴാ മനസ്സിലായത്. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രം പറ്റില്ലെന്ന്, എന്റെ കൂടെ ഒരാളും കൂടെ വേണമെന്ന്. അതിന് നിനക്കേ പറ്റൂ അമൂല്യ. സത്യമായിട്ടാ പറയുന്നത്. നീ വന്ന ശേഷം ഓരോ നിമിഷവും എനിക്ക് സന്തോഷമാണ്. എവറി സെക്കൻഡ്സ് വളരെ സ്പെഷ്യലായിട്ടാ തോന്നുന്നത്. ഇതുപോലെയുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് എനിക്ക് ജീവിതം മൊത്തം വേണം. അങ്ങനെയുള്ള സ്പെഷ്യൽ മൊമെന്റ്സിന് ഓരോ നിമിഷവും നീ എന്റെ കൂടെ തന്നെ വേണം. അതിനുവേണ്ടി ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക.
ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മൂല്യ. ചേട്ടാ വിക്രാന്ത്, വിക്കി വിക്രാന്ത്, ചേട്ടനോട് എത്രയും പെട്ടെന്ന് ഈ കാര്യം പറയണം. വിക്കി വിക്രാന്ത്. ചേട്ടാ പറ വിക്രാന്ത്. ഇങ്ങോട്ടേക്കോ? ഇപ്പോഴോ? ഫൈൻ വിക്രാന്ത്, വാ. വിക്കി ഇങ്ങോട്ടാണ് വരുന്നത്. ചേട്ടാ, വിക്കി വിക്രാന്ത്. സോറി മരുമോനെ. വിക്രാന്ത്, ചേട്ടാ വിക്രാന്ത്, ചേട്ടാ വിക്രാന്ത് കണ്ണു തുറക്ക്. വിക്രാന്ത്, ചേട്ടാ വിക്രാന്ത്, ചേട്ടാ വിക്രാന്ത്. വരൂ വരൂ, കേറി വരൂ സാർ. വരൂ വരൂ, ഇതിലെ വരൂ. പെട്ടെന്ന് കയറി വാ സാർ. സാർ സാർ ഇവിടേക്ക് എടുത്തിക്കോ. വിക്രാന്ത് കണ്ണു തുറക്ക്. വിക്രാന്ത്, വേഗം വിക്രാന്ത്, 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 വിക്രാന്ത്. ചേട്ടാ ചേട്ടാ